ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വയറിംഗ് വർക്കിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ കാണുന്ന മീറ്റർ ബോർഡ്, ഇലക്ട്രിക് മീറ്റർ ബോർഡ്, എന്നാൽ ഫ്യൂസ്, മെയിൻ സ്വിച്ച് എല്ലായിടത്തും ഇതിനെ അറുത്ത് ഇറങ്ങി പോണ ഭാഗത്ത് ചുമര് ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടോടെ ഇടിമിന്നലിട്ടിട്ടേ. അതേമാതിരി മീറ്റർ ബോർഡിന് മീറ്ററിൻ്റെ ഡിസ്പ്ലേ ഇതൊക്കെ പോയിട്ടുണ്ട്, സർവീസർ പോയിട്ടുണ്ട്. വലിയ കംപ്ലൈൻ്റ് അവിടെ വന്നത് ഇടി തട്ടിയോടി. ഇതിൻ്റെ ഫ്യൂസൊക്കെ തെറിച്ച് രണ്ട് മൂന്ന് കഷ്ണമായിട്ടാണ് പോയിട്ടുള്ളത്. ഡോറ്, മെസ്സേജിൻ്റെ ഡോറ് അതൊക്കെ തെറിച്ചാണ് പോയിക്കണം. പുറത്തൊക്കെ പുറത്തൊക്കെ തെറിച്ചേക്കാം. അതേമാതിരിക്ക് നമ്മളെ മോട്ടറിൻ്റെ പാനൽ ബോർഡ്, കപ്പാസിറ്ററൊക്കെ വരുന്ന പാനൽ ബോർഡൊക്കെ പൊട്ടിയിട്ട് കണക്ടർ, MCB ഒക്കെ ഇങ്ങോട്ട് പൊട്ടിയിരുന്നു. കപ്പാസിറ്ററിന് വലിയ പ്രശ്നമില്ല, കപ്പാസിറ്റർ വർക്കിംഗ് ഉണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ പൊട്ടി തെറിച്ചേക്കണം. പാനൽ ബോർഡിൻ്റെ ഒന്നും ബാക്കി ഭാഗം കാണാനല്ല, നമ്മളെ ആണിടിച്ച് വെക്കുന്നത് അത് മാത്രമേ കാണുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചേക്കാം. വലിയൊരു അപകടം ഒഴിവായി. ഏതായാലും ഇത്ര സാധനങ്ങൾ പോയിക്കണമെങ്കിലും ബാക്കിയില്ലതിനൊക്കെ ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കണക്ടറൊക്കെ രണ്ട് കഷ്ണമായിട്ടാണ് ഇതായിരിക്കുന്നത് അല്ലേ. കണക്ടറൊക്കെ അങ്ങനെ ഒന്നിച്ച് വരുന്നതാണല്ലോ, അതൊക്കെ രണ്ട് കഷ്ണമായിരിക്കണം. അതേമാതിരി അതിൻ്റെ ഉള്ളിൽ വീടിനകത്ത് ബോർഡൊക്കെ അങ്ങോട്ട് പൊട്ടിയിട്ടേ ഷീറ്റ് അടക്കമാണ് പൊട്ടിയേക്കാം. പ്ലഗ്, അതേമാതിരി DP സ്വിച്ച് ഇതൊക്കെ രണ്ട് കഷ്ണങ്ങളായിരുന്നു. DP സ്വിച്ച് ഇളമ്പി കാണുന്ന കരിഞ്ഞ് കണ്ടിരിക്കണം. അതിൻ്റെ ഒരു കഷ്ണമാണ് വെടിയിൽ തൂങ്ങി നിൽക്കുന്നത്. നല്ലൊരു പൊട്ടിക്കണം, നല്ലോണം കൊണ്ട് ഇതായിട്ടേ. അതിൻ്റെ ബാക്കി കഷ്ണങ്ങളായി വന്ന് വരുന്ന പ്ലേറ്റൊക്കെ നമുക്ക് വേറെ തെറിച്ചേക്കാണ്, വേറെ അങ്ങോട്ട് ഉള്ളിലൊക്കെ തെറിച്ച് പോകുക. വീട്ടുകാരാകെ അന്തം വിട്ടേക്കണം. കാരണം അത്രയും വലിയൊരു ഇതാണ് ഉണ്ടായിരിക്കണത്. ബോംബിടുന്ന രീതിയിലാണ് അവർക്ക് തോന്നിയാണ് അങ്ങോട്ട് തെറിച്ചൊക്കെ വന്നപ്പോഴേ. പിന്നെ DP സ്വിച്ചിൻ്റെ കഷ്ണമാണ് പോയി കിടക്കണത്, നമ്മളെ മോട്ടറിൻ്റെ DP സ്വിച്ചിൻ്റെ കഷ്ണം. അതിൻ്റെ മുകളിലെ ടോപ്പി ഇട്ടാണ് പൊട്ടിയിട്ടാണ് തെറിച്ചൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലൈൻ്റൊക്കെ തീർത്തിട്ടോ. നമ്മളെ പുറത്തൊരു ഐസൊലേറ്റർ വെച്ചു, ഫ്യൂസ് മാറ്റി, ഫൈബ്രോസിൻ്റെ ഫ്യൂസ് അതൊക്കെ നമ്മൾ സെറ്റാക്കി പോകാം. അതിൻ്റെ പിന്നെ ഇതൊക്കെ ക്ലിയറാക്കി, വയറൊക്കെ ശരിയാക്കി. പിന്നെ KCB പോലെ വന്ന മീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്ത് ഡിസ്പ്ലേ വർക്ക് ചെയ്യില്ല, മീറ്റർ പിന്നീട് ചേഞ്ച് ആക്കാമെന്ന് പറഞ്ഞ്. അതേമാതിരി പ്ലഗ് എല്ലാം ബോർഡ്, DP സ്വിച്ചൊക്കെ റെഡി ആക്കിട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലഗ് ചെയ്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. ഇടി മിന്നണോ ഇതൊക്കെ വരുമ്പോഴേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്ലഗിലെ സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഈ കെറ്റൽ, അതേപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ പ്ലഗ് ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് ഒഴിവാക്കട്ടോ. ഊരിയെടുത്തിട്ട് പിന്നെ ഊരിയിട്ട് ഒക്കെ ഒന്ന് ഒഴിവാക്കി ഇടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇടിമിന്നൽ ഇതൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധ വിട്ടുകൊണ്ടതായ ഉപകരണങ്ങളൊക്കെ നശിക്കും. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം നോക്കുക. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനത്തെ കെറ്റൽ, മിക്സി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇൻവേർട്ടർ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലഗ് ഒഴിവാക്കുക. കാരണം ഇൻവേർട്ടർ ചിലപ്പോൾ വലിയ ഇടിയൊക്കെ ആകുമ്പോഴേ പ്രശ്നം വരും. അപ്പോൾ ഇൻവേർട്ടർ നമ്മൾ പ്ലഗ് ഒഴിവാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ ബ്രേക്കറൊന്ന് ഓഫാക്കണ്ടോ. ബ്രേക്കർ ഓഫാക്കിയിട്ട് വേണം എൻ്റെ പിന്നൂരാൻ, അത് ശ്രദ്ധിക്കുക. പിന്നൂരുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നൂരുമ്പോൾ നമ്മൾ അത് ഊരിന് ശേഷം നമ്മൾ 3 പിൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുക, 3 പിന്ന് കുത്തുക. അപ്പോൾ നമുക്ക് കറണ്ട് വർക്കാവും. അതേപോലെ ഇതിൻ്റെ പിന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ വരും. ഇതിൽ നിന്ന് പോണ ഫേസ് ഉണ്ടാകും, ആ ഫേസ് നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം പിന്നെ പിന്നൂരാൻ. ഇതിൻ്റെ ഇൻവേർട്ടറിൻ്റെ പിന്നൂരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഇതിമത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് വെച്ചെങ്കിൽ ഇതിമ റിട്ടേൺ ഫേസ് ഉണ്ടാവും. ആ പിന്നിൻ്റെ മുകൾ ഭാഗത്ത് വലിയ കാൽമേൽ ഇതേമാതിരി ലൈറ്റ് കത്തുന്നതാണ്. അതേമാതിരി നമ്മളെ കൈമ തട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേർട്ടറിനത്തെ ചെറിയ സ്വിച്ച് അത് ഓഫ് ചെയ്തിട്ട് വേണം പിന്നെ ഊരിയെടുക്കാൻ. പിന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഫേസ് വരില്ല. മറ്റേതായ്മ റിട്ടേൺ ഫേസ് വരും, നമ്മളെ കൈമ തട്ടി ഷോക്ക് അടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.